ഹായ് മിടുക്കന്മാരെ മിടുക്കുകളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു ഒരു സോഷ്യൽ സയൻസ് ക്വിസ് മത്സരത്തിന് തയ്യാറെടുക്കാൻ പോവുകയാണല്ലേ. നമുക്ക് ഒരുമിച്ച് പഠിച്ചാലോ? വെറുതെ കാണാപ്പാഠം പഠിക്കാതെ ഓരോന്നും എന്താണെന്ന് കഥ പറയുന്ന പോലെയും കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് നമുക്ക് ഉഷാറാക്കാം. മായാവിയിലെ കുട്ടൂസൻ പറയുന്ന പോലെ ഡും എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഈ ചോദ്യങ്ങളെല്ലാം നന്നായി മനസ്സിലാക്കിയാൽ ക്വിസ് മത്സരത്തിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് ഉറപ്പാ. ഒരു ചോദ്യം പോലും വിടാതെ എല്ലാം നമുക്ക് നോക്കാം. ഈ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ പറഞ്ഞു തരാൻ നമ്മുടെ കൂടെ ഒരു വിദഗ്ധനുമുണ്ട്. എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം. ഉത്തരം മാത്രം അറിഞ്ഞാ പോരല്ലോ, അതെന്തുകൊണ്ടാണ് ശരിയായതെന്നും അതിന് പിന്നിലെ രസകരമായ കാര്യങ്ങളും അറിയുമ്പോഴാണ് പഠിത്തം ഒരു കളിയാവുന്നത്. നമുക്ക് ഓരോ ചോദ്യവും ശ്രദ്ധിച്ചു പഠിക്കാം. സംശയങ്ങൾ ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. എന്നാൽ പിന്നെ ഒട്ടും സമയം കളയണ്ട, നമുക്ക് ആദ്യത്തെ ചോദ്യക്കടലിലേക്ക് ചാടാം. റെഡി? 1, 2, 3 സ്റ്റാർട്ട്. ഇത് ആദ്യത്തെ ചോദ്യം. കേരളത്തിൽ ആദ്യമായി കറണ്ട് ഉണ്ടാക്കിയ, അതായത് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയ ഒരു വലിയ ഡാമുണ്ട്. ഏതാണെന്ന് പറയാമോ? പള്ളിവാസൽ. അതെ, പള്ളിവാസൽ. പണ്ട് രാജാക്കന്മാരുടെ കാലത്താണിത് തുടങ്ങിയത്. ചിത്രതിരുനാൾ മഹാരാജാവ്. ഭയങ്കര സംഭവമാണല്ലേ അന്ന് ഡാമൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അതെ, അത് 1940-ലാണ് ഇടുക്കി ജില്ലയിലെ മുതിരപ്പുഴയില്. അതാണ് കേരളം സ്വന്തമായി വൈദ്യുതി ഉണ്ടാക്കാൻ തുടങ്ങിയ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല്, ഈ പള്ളിവാസൽ പദ്ധതി. അവിടെ നിന്നാണ് നമ്മുടെ വീടുകളിലൊക്കെ വെളിച്ചമെത്താൻ തുടങ്ങിയത്. കൊള്ളാം. ഇനി അടുത്ത ചോദ്യം. പണ്ടുകാലത്ത് ചില സ്ത്രീകൾക്ക് അവരുടെ ശരീരം മുഴുവൻ മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. അതിനുവേണ്ടി നടന്ന ഒരു വലിയ സമരം, ചാന്നാർ ലഹള. അത് നടന്ന വർഷമേതാണെന്നറിയാമോ? 1859. അതെ, 1859. ഇതിന് മേൽമുണ്ട് സമരമെന്നും പേരുണ്ട്. എല്ലാവർക്കും ഒരേപോലെ നടക്കാനും വസ്ത്രം ധരിക്കാനുമൊക്കെയുള്ള അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു അത്. തിരുവിതാംകൂർ എന്ന പഴയ നാട്ടിലാണ് ഇത് നടന്നത്. ചാന്നാർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അവരുടെ മാറു മറയ്ക്കാനുള്ള അവകാശത്തിനു വേണ്ടിയുള്ള വലിയൊരു പോരാട്ടമായിരുന്നു അത്. ഇന്നത്തെ പോലെ എല്ലാവർക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറ്റുന്നത് ഇത്തരം സമരങ്ങളുടെയൊക്കെ ഫലമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. പണ്ട് കാലത്ത് ചില മനുഷ്യരെ തൊടാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു തൊട്ടുകൂടായ്മ എന്ന ദുഷിച്ച ഏർപ്പാടുണ്ടായിരുന്നു. അതൊരു വലിയ തെറ്റായിരുന്നു അല്ലേ? എല്ലാവരും ഒരുപോലെയല്ലേ? അത് പാടില്ല എന്നുറക്കെ പറയുന്ന നിയമം നമ്മുടെ രാജ്യത്തിന്റെ വലിയ പുസ്തകമായ ഭരണഘടനയിൽ എവിടെയാണ് എഴുതിയിരിക്കുന്നത്? അത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 17-ലാണ് പറയുന്നത്. ഈ നിയമമനുസരിച്ച് തൊട്ടുകൂടായ്മ ഇന്ത്യയിൽ എവിടെയും പാടില്ല. അതൊരു ശിക്ഷ കിട്ടുന്ന കുറ്റമാണ്. എല്ലാവരും തുല്യരാണ്, ആരും ആരെക്കാളും വലുതോ ചെറുതോ അല്ല എന്നാണ് ഈ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. ശരി. അടുത്തത് പൈസയുടെ കാര്യമാണ്. നമ്മൾ കടയിലൊക്കെ പോയി മിഠായി വാങ്ങുമ്പോൾ കൊടുക്കുന്ന നോട്ടിലും നാണയത്തിലും ഒരു ചിഹ്നം കണ്ടിട്ടില്ലേ? രൂപ. ഇങ്ങനെ നമ്മുടെ ഇന്ത്യൻ രൂപയുടെ സൂപ്പർ ഹീറോ സിഗ്നേച്ചർ. ഇത് ഡിസൈൻ ചെയ്തത് ആരാണെന്നോ? ഡി ഉദയകുമാർ. അതെ, ഡി ഉദയകുമാർ. തമിഴ്നാട്ടുകാരനായ മിടുക്കനാണ് അദ്ദേഹം. 2010 ജൂലൈ 15-നാണ് ഈ ചിഹ്നം നമ്മുടെ രാജ്യം ഔദ്യോഗികമായി അംഗീകരിച്ചത്. ഹിന്ദി അക്ഷരമായ റായും ഇംഗ്ലീഷ് അക്ഷരമായ ആറും ചേർന്ന ഒരു രൂപമാണിതിന്. ഡി ഉദയകുമാറാണ് ഈ ഡിസൈൻ ഉണ്ടാക്കിയത്. നമ്മുടെ രാഷ്ട്രപിതാവ് ബാപ്പുജി, ഗാന്ധിജി. അദ്ദേഹം ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിൽ, ഈ മലയാളം പറയുന്ന നാട്ടിൽ വന്നത് ഏത് വർഷമാണെന്ന് കൂട്ടുകാർക്കറിയാമോ? 1920. അതെ, 1920 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് അദ്ദേഹം വന്നിറങ്ങിയത്. അന്ന് ഖിലാഫത്ത് പ്രസ്ഥാനം എന്നൊരു സമരം നടക്കുന്നുണ്ടായിരുന്നു. അതിനു പിന്തുണ കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഗാന്ധിജിയുടെ ആദ്യത്തെ കേരള സന്ദർശനം. അദ്ദേഹം പിന്നീട് പലതവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. മിടുക്കരായി പഠിക്കുന്നുണ്ടല്ലോ. ഈ പോക്കുപോയാൽ ക്വിസിന് ഫസ്റ്റ് ഉറപ്പായും കിട്ടും. ഒരു കാര്യം ഓർക്കണം, ഈ എല്ലാ ചോദ്യങ്ങളും കേൾക്കണം കേട്ടോ. ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ ചിലപ്പോൾ ഏറ്റവും എളുപ്പമുള്ളതോ പ്രധാനപ്പെട്ടതോ ആയ ചോദ്യങ്ങൾ മിസ്സാവും. അപ്പോൾ കളിയിൽ തോറ്റുപോവില്ലേ? അതുകൊണ്ട് ശ്രദ്ധിച്ച് മുഴുവൻ കേൾക്കണേ. എന്തൊരു ചൂട്! നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല ഏതാണാവോ? അത് പാലക്കാടാണെന്ന് പറയാറ്. അതെ, പാലക്കാട്. അവിടെ ചിറ്റൂർ പുഴയൊക്കെ ഉണ്ടെങ്കിലും ചൂടിന് കുറവില്ല. പാലക്കാട് പോകുമ്പോൾ നല്ല തണുത്ത സർബത്തോ ഐസ്ക്രീമോ കുടിക്കാൻ മറക്കരുതേ. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണ് പാലക്കാട് ജില്ല. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നു. അവിടെ വലിയൊരു മലയിടുക്കുണ്ട്, പാലക്കാടൻ ചുരം എന്ന് പറയും. ഈ ചുരം വഴിയാണ് കാറ്റൊക്കെ വരുന്നത്. അതാണ് ചൂട് കൂടാനൊരു കാരണം. നമ്മൾ സാധാരണ ജനുവരി, ഫെബ്രുവരി എന്നൊക്കെ ഇംഗ്ലീഷ് മാസങ്ങളുടെ പേരല്ലേ പറയാറ്? എന്നാൽ നമ്മുടെ സ്വന്തം ഭാരതത്തിന് ഒരു ദേശീയ കലണ്ടറുണ്ട്. അതിലെ ആദ്യത്തെ മാസം ഏതാണെന്ന് പറയാമോ? അത് ചൈത്രം. അതെ, ചൈത്രം. ശകവർഷം എന്ന പഴയ ഒരു കണക്ക് വെച്ചാണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്.
അതിലെ ആദ്യത്തെ മാസമാണ് ചൈത്രം. സാധാരണയായി നമ്മുടെ മാർച്ച് മാസം 22-ാം തീയതിയാണ് ചൈത്രമാസം തുടങ്ങുന്നത്. അടുത്ത ചോദ്യം ഒരു ആഹ്വാനത്തെക്കുറിച്ചാണ്. വേദങ്ങളിലേക്ക് മടങ്ങുക, അതായത് പണ്ടത്തെ നല്ല കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകൂ എന്ന് പറഞ്ഞ ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു. ആരാണത്? സ്വാമി ദയാനന്ദ സരസ്വതി. അതെ, സ്വാമി ദയാനന്ദ സരസ്വതി. അദ്ദേഹം ആര്യസമാജം എന്നൊരു സംഘടനയുണ്ടാക്കി. ഹിന്ദുമതത്തിൽ പണ്ടുകാലത്ത് കടന്നുകൂടിയ ചില ശരിയല്ലാത്ത ആചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും അദ്ദേഹം എതിർത്തു. വേദങ്ങൾ നല്ല കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്, അതിലേക്ക് മടങ്ങണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ഉപദേശം. കടുവകളെ അറിയുമോ? നമ്മുടെ കാട്ടിലെ രാജാക്കന്മാർ. അവരെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യം തുടങ്ങിയ ഒരു സൂപ്പർ ഹീറോ പ്ലാനാണ് പ്രോജക്റ്റ് ടൈഗർ. നമ്മുടെ ജംഗിൾ ബുക്കിലെ ഷേർഖാനെ പോലുള്ള കടുവകളെ രക്ഷിക്കണ്ടേ? ഈ പ്രോജക്റ്റ് തുടങ്ങിയ വർഷം ഏതാണ്? അത് 1973. അതെ, 1973. ഇന്ത്യയിൽ കടുവകളുടെ എണ്ണം ഒരുപാട് കുറഞ്ഞുപോയപ്പോഴാണ് ഈ പദ്ധതി തുടങ്ങിയത്. കടുവകളെയും അവ ജീവിക്കുന്ന കാടുകളെയും സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോഴും ഈ പദ്ധതി തുടരുന്നുണ്ട്. ശരി, ഇനി നമ്മൾ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കാട്ടിലേക്കാണ്, ആമസോൺ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ഈ ഭീകരൻ കാട്. ഈ കാടിന്റെ ഏറ്റവും കൂടുതൽ ഭാഗവും ഏതു രാജ്യത്താണെന്നറിയാമോ? ഫുട്ബോൾ കളിക്കുന്ന രാജ്യം ബ്രസീൽ. അതെ, ബ്രസീൽ. ശരിയാണ്. ആമസോൺ മഴക്കാടുകൾ ലോകത്തിന് തന്നെ ഒരുപാട് ഓക്സിജൻ തരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ ലോകത്തിന്റെ ശ്വാസകോശം എന്ന് വിളിക്കുന്നത്. ഈ വലിയ കാടിന്റെ ഏകദേശം 60% ബ്രസീലിലാണുള്ളത്. പണ്ട് ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിക്കുന്ന കാലത്ത് ജനങ്ങളെ കാര്യങ്ങൾ അറിയിക്കാൻ പത്രങ്ങൾ വലിയ പങ്കുവഹിച്ചിരുന്നു. അൽ അമീൻ എന്നൊരു പത്രം അക്കാലത്തുണ്ടായിരുന്നു. ഇത് തുടങ്ങിയതാരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അതെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അദ്ദേഹം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു. 1924-ൽ കോഴിക്കോട് നിന്നാണ് അദ്ദേഹം ഈ പത്രം തുടങ്ങിയത്. ബ്രിട്ടീഷുകാർക്കെതിരെ ധൈര്യമായി എഴുതാനും സ്വാതന്ത്ര്യസമരത്തിന് ആളുകളെ പ്രോത്സാഹിപ്പിക്കാനും ഈ പത്രം ഒരുപാട് സഹായിച്ചു. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പദവിയാണ് രാഷ്ട്രപതിയുടേത്. ആ സ്ഥാനത്ത് ആദ്യമായി എത്തിയൊരു വനിതയുണ്ട്. ആരാണ് അവരുടെ പേര്? പ്രതിഭ പാട്ടീൽ. അതെ, പ്രതിഭ പാട്ടീൽ. 7 മുതൽ 2012 വരെയുള്ള കാലത്താണ് പ്രതിഭ പാട്ടീൽ ഇന്ത്യയുടെ 12ാമത്തെ രാഷ്ട്രപതിയായിരുന്നത്. രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ വനിത എന്ന ചരിത്രം അവർക്കാണ് സ്വന്തം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം, അതായത് ഏറ്റവും വലിയ ബോഡി പാർട്ട് ഏതാണ്? തലയാണോ? വയറാണോ? ഏയ് അല്ല, അത് തൊലിയാണ്. അതെ, അത് നമ്മളെ മുഴുവൻ പുതഞ്ഞു നിൽക്കുന്ന നമ്മുടെ തൊലിയാണ്, ത്വക്ക്. വെയിലിൽ നിന്നും തണുപ്പിൽ നിന്നുമൊക്കെ നമ്മളെ രക്ഷിക്കുന്ന ഒരു സൂപ്പർ ഷീൽഡ്. അതെ, ത്വക്കാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. ഇത് ശരീരത്തെ സംരക്ഷിക്കുക മാത്രമല്ല, ശരീരത്തിലെ ചൂട് കൃത്യമായി നിലനിർത്താനും സ്പർശനം അറിയാനുമൊക്കെ സഹായിക്കുന്നുണ്ട്. കേരളം എന്ന സംസ്ഥാനം ഉണ്ടായ ശേഷം ആദ്യമായി നടന്ന ഇലക്ഷനിൽ ജയിച്ചു മുഖ്യമന്ത്രിയായതാരാണ്? അത് EMS നമ്പൂതിരിപ്പാട്. അതെ, EMS നമ്പൂതിരിപ്പാട്. 1957-ലാണ് കേരള സംസ്ഥാനം രൂപീകരിച്ച ശേഷം ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ EMS ആണ് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായത്. ലോകത്തിൽ തന്നെ ആദ്യമായി ബാലറ്റിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരായിരുന്നു അത്. എന്തൊരു ധൈര്യമുള്ള വാക്കുകൾ! നോക്കൂ, നിങ്ങളെനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. അതായത് രാജ്യത്തിനു വേണ്ടി പോരാടാൻ തയ്യാറാകൂ, നമുക്ക് സ്വാതന്ത്ര്യം നേടാം എന്ന് പറഞ്ഞ ആ വലിയ നേതാവാരാണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അതെ, നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ ആർമി INA എന്ന സൈന്യം രൂപീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി പോരാടിയ ധീരനായ സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരുപാട് പേർക്ക് ആവേശം നൽകി. ശ്രദ്ധ തെറ്റരുത് കേട്ടോ. ഒരു ചോദ്യം പോലും വിടാതെ പഠിച്ചാലേ ക്യൂസിൽ സ്റ്റാർ ആകാൻ പറ്റൂ. എല്ലാം പ്രധാനപ്പെട്ടതാണ്. അടുത്തത്, പണ്ടുകാലത്ത് ഇന്ത്യയിലെ കല, സംസ്കാരം, ശാസ്ത്രം, ചരിത്രം ഇതൊക്കെ പഠിക്കാനും ഗവേഷണം നടത്താനും വേണ്ടി ഒരു സംഘടന തുടങ്ങി, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. ഇത് സ്ഥാപിച്ചതാരാണ്? അതൊരു സായിപ്പായിരുന്നു, സർ വില്യം ജോൺസ്. അതെ, സർ വില്യം ജോൺസ്. 1784-ല് അന്നത്തെ കൽക്കട്ടയിലാണ്, ഇപ്പോഴത്തെ കൊൽക്കത്ത, ഈ സംഘടന സ്ഥാപിച്ചത്. ഇന്ത്യയുടെ പൗരാണികമായ അറിവുകളും സംസ്കാരവും ഒക്കെ മനസ്സിലാക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഭാരതരത്നം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ബഹുമതിയാണ്. സാധാരണയായി ജീവിച്ചിരിക്കുന്നവർക്കാണിത് കൊടുക്കാറ്. എന്നാൽ മരിച്ചതിനു ശേഷം ആദ്യമായി ഈ അവാർഡ് കിട്ടിയ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ആരാണ് അദ്ദേഹം? ലാൽ ബഹാദൂർ ശാസ്ത്രി. അതെ, ലാൽ ബഹാദൂർ ശാസ്ത്രി. അദ്ദേഹം ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു. ജയ് ജവാൻ ജയ് കിസാൻ, സൈനികർക്കും കർഷകർക്കും ജയം എന്ന പ്രശസ്തമായ മുദ്രാവാക്യം അദ്ദേഹത്തിന്റേതാണ്. 1966-ൽ അദ്ദേഹം മരിച്ചതിനു ശേഷമാണ് അദ്ദേഹത്തിന് ഭാരതരത്നം നൽകി ആദരിച്ചത്. ഡോക്ടർമാരെ പഠിപ്പിക്കുന്ന കോളേജാണല്ലോ മെഡിക്കൽ കോളേജ്. സർക്കാർ മെഡിക്കൽ കോളേജുകളുണ്ട്, പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളുണ്ട്. കേരളത്തില് ആദ്യമായി തുടങ്ങിയ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഏതാണെന്നറിയോ? തൃശൂരുള്ള ജൂബിലി മിഷൻ. അതെ, തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്. 1951-ൽ ഒരു ആശുപത്രിയായി തുടങ്ങി. പിന്നീട് 1952-ൽ ഒരു മെഡിക്കൽ കോളേജായി ഇത് വളർന്നു.
തൃശൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പണ്ടുകാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന വളരെ ക്രൂരമായൊരു ആചാരമായിരുന്നു സതി. ഭർത്താവ് മരിച്ചാൽ ഭാര്യയും ആ ചിതയിൽ ചാടി മരിക്കണമെന്നായിരുന്നു നിയമം. എന്തൊരു കഷ്ടമാണല്ലേ! ഈ ദുരാചാരം നിർത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടൊരു സാമൂഹ്യ പരിഷ്കർത്താവുണ്ട്. ആരാണത്? രാജാറാം മോഹൻ റോയ്. അതെ, രാജാറാം മോഹൻ റോയ്. സതി നിയമം മൂലം നിരോധിച്ചു. അത് ഇന്ത്യൻ സമൂഹത്തിലെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. നമ്മുടെ ദേശീയ പതാക, ത്രിവർണ്ണ പതാക, നമ്മുടെ അഭിമാനമാണ് അല്ലേ? അതിന് ഒരു പ്രത്യേക അളവുണ്ട് കേട്ടോ. അതിന്റെ നീളവും വീതിയും തമ്മിലൊരു അനുപാതം, ഒരു കണക്കുണ്ട്. അതെന്താണെന്നറിയോ? 3.2. അതെ, 3.2. അതായത് നീളം എപ്പോഴും വീതിയേക്കാൾ കൂടുതലായിരിക്കണം. അതെ, പതാകയുടെ നീളം അതിന്റെ വീതിയുടെ 1.5 ഇരട്ടി ആയിരിക്കണം. ഏത് വലിപ്പത്തിൽ പതാക ഉണ്ടാക്കിയാലും ഈ 3.2 എന്ന അനുപാതം കൃത്യമായി പാലിച്ചിരിക്കണം. ഇതാണ് നമ്മുടെ പതാക നിയമത്തിൽ പറയുന്നത്. സസ്തനി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികൾ, മാമൽസ്. നമ്മളൊക്കെ സസ്തനികളാണ്. എന്നാൽ ഭൂമിയിലെ ഏറ്റവും വലിയ സസ്തനി ഏതാണ്? കരയിലുള്ള ആനയല്ല. അല്ല, കടലിലുള്ള ഒരു ഭീകരൻ, നീലത്തിമിംഗലം. ഒരു വലിയ ബസ്സിനേക്കാളും വലുതാണ് ഈ ജീവി. ഭയങ്കരം തന്നെ. ശരിയാണ്. നീലത്തിമിംഗലം ആണ് ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മൃഗം. ഏകദേശം 30 മീറ്റർ, അതായത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ 1/3 നീളം. അത്രയൊക്കെ വരും. പിന്നെ 200 ടണ്ണിലധികം ഭാരം. ഏകദേശം 30 വലിയ ആനകളുടെ ഭാരം. ഭയങ്കരം. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞത് നമ്മുടെ ഗാന്ധിജിയാണ്. ഗ്രാമങ്ങൾ നന്നാവുകയും സ്വയം പര്യാപ്തമാവുകയും ചെയ്യുന്നതിനെക്കുറിച്ച് ഗാന്ധിജി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എന്താണ് ആ പുസ്തകത്തിന്റെ പേര്? ഗ്രാമവികസനത്തിന്റെ ലക്ഷ്യവും മാർഗവും. അതെ. ഗ്രാമങ്ങളുടെ സ്വയം ഭരണത്തെക്കുറിച്ചും കൃഷി, വ്യവസായം എന്നിവയിലൂടെ ഗ്രാമങ്ങൾ എങ്ങനെ സ്വയം ശക്തി നേടണം എന്നതിനെക്കുറിച്ചുമൊക്കെ ഗാന്ധിജി ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ നട്ടെല്ല് ഗ്രാമങ്ങളാണെന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. പണ്ട് ഡൽഹി ആസ്ഥാനമാക്കി ഇന്ത്യയുടെ കുറേ ഭാഗങ്ങൾ ഭരിച്ചിരുന്ന സുൽത്താൻമാരുണ്ടായിരുന്നു. അവരിൽ പലരും കേമന്മാരായിരുന്നു. ആ ഡൽഹി സുൽത്താനേറ്റിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ആരായിരുന്നു? അലാവുദ്ദീൻ ഖിൽജി. അതെ, അലാവുദ്ദീൻ ഖിൽജി. സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഖിൽജി വംശത്തിലെ 2ാമത്തെ സുൽത്താനായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. അദ്ദേഹം കൊണ്ടുവന്ന കച്ചവടത്തിലെ നിയന്ത്രണങ്ങൾ, ശക്തമായ സൈന്യം, രാജ്യവിസ്തൃതി വർദ്ധിപ്പിച്ചത് എന്നിവയൊക്കെ അദ്ദേഹത്തെ പ്രശസ്തനായ ഒരു ഭരണാധികാരിയാക്കി മാറ്റി. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതില് വലിയ പങ്കുവഹിച്ച ഒരു പഴയ രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ സംഘടന സ്ഥാപിച്ച വർഷമേതാണ്? അത് 1885. കറക്റ്റ്, 1885. അതായത് നമ്മളൊക്കെ ജനിക്കുന്നതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ്. എ.ഒ. ഹ്യൂം എന്നൊരു ബ്രിട്ടീഷുകാരന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ കുറച്ച് പ്രധാനപ്പെട്ട ആളുകൾ ചേർന്ന് ബോംബെയിൽ, ഇപ്പോഴത്തെ മുംബൈ വെച്ചാണ് 1885 ഡിസംബറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. നമ്മൾ വണ്ടികളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും പുറത്തുവിടുന്ന പുക കാരണം നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരു വാതകം ഇങ്ങനെ കൂടി വരുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ്. ഈ വാതകം കൂടുമ്പോൾ ഭൂമിക്ക് ചൂട് കൂടുന്നു, ഭൂമിക്കൊരു പനി പിടിച്ച പോലെ. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താ? ഹരിതഗൃഹപ്രഭാവം. ഗ്രീൻ ഹൗസ് എഫക്ട്. അതെ, ഹരിതഗൃഹപ്രഭാവം. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ പോലുള്ള ചില വാതകങ്ങൾ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ചൂടിനെ പിടിച്ചു നിർത്തും, ഒരു പുതപ്പ് പോലെ. ഇത് കാരണം ഭൂമിയുടെ താപനില പതിയെ കൂടുന്നു. ഇതാണ് ആഗോളതാപനം എന്ന വലിയ പ്രശ്നത്തിനും കാലാവസ്ഥാ മാറ്റത്തിനും പ്രധാന കാരണം. മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ സംരക്ഷിക്കുന്ന സ്ഥലമാണല്ലോ വന്യജീവി സങ്കേതം, വൈൽഡ് ലൈഫ് സാങ്ച്വറി. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണെന്ന് പറയാമോ? തേക്കടി, പെരിയാർ. അതെ, ആനകളെയൊക്കെ കാണാൻ പറ്റുന്ന തേക്കടിയിലുള്ള പെരിയാർ വന്യജീവി സങ്കേതം. 1934 അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന പേരിൽ ഇത് സ്ഥാപിച്ചത്. പിന്നീട് ഇതിന് പെരിയാർ വന്യജീവി സങ്കേതം എന്ന് പേര് മാറ്റി. പഠിപ്പ് എന്ന് പറയുന്നത് നമ്മളെ പേടിയിൽ നിന്നും അടിച്ചമർത്തലിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുത്താനുള്ളതാണ്. ഇങ്ങനെ പറഞ്ഞ ഒരു മഹാനുണ്ട്, നമ്മുടെ ദേശീയഗാനം എഴുതിയ ആൾ. ആരാണത്? രവീന്ദ്രനാഥ ടാഗോർ. അതെ, രവീന്ദ്രനാഥ ടാഗോർ. വിദ്യാഭ്യാസം കുട്ടികളെ സ്വതന്ത്രമായി ചിന്തിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനും പഠിപ്പിക്കണമെന്നായിരുന്നു ടാഗോറിന്റെ കാഴ്ചപ്പാട്. കാണാപാഠം പഠിക്കുന്നതിനേക്കാൾ അറിവ് നേടുന്നതിലെ സന്തോഷത്തിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. കണ്ടോ, നമ്മൾ 27 ചോദ്യങ്ങൾ പഠിച്ചു, മിടുക്കരായി, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഇനിയും കുറേ ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഇതൊക്കെ ഓർത്തുവെച്ചാൽ ക്വിസിന് ഫുൾ മാർക്ക് ഉറപ്പായും കിട്ടും. കുടിക്കാൻ പറ്റുന്ന നല്ല വെള്ളമുള്ള തടാകങ്ങളെയാണ് ശുദ്ധജല തടാകങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കൊല്ലേരു തടാകം, ആന്ധ്രയിലുള്ളത്. അതെ, കൊല്ലേരു തടാകം ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനത്തിലാണ്. കൃഷ്ണ, ഗോദാവരി എന്നീ വലിയ നദികൾക്കിടയിലാണ് കൊല്ലേരു തടാകം സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് ദേശാടന പക്ഷികളൊക്കെ വരുന്ന ഒരിടം കൂടിയാണിത്. ഏഷ്യയിലെ തന്നെ വലിയ ശുദ്ധജല തടാകങ്ങളിൽ ഒന്നാണിത്. ചെടികൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ ഒട്ടും വേസ്റ്റാക്കാതെ ഓരോ തുള്ളിയും ചെടിയുടെ വേരിന്റെ അടുത്തേക്ക് തന്നെ എത്തിക്കുന്ന ഒരു സൂത്രപ്പണി കൃഷിയിലുണ്ട്. ചെടികൾക്ക് സ്ട്രോ വെച്ച് വെള്ളം കൊടുക്കുന്ന പോലെ. ഇതിന്റെ പേരെന്താണ്? തുള്ളിനന, ഡ്രിപ്പ് ഇറിഗേഷൻ. അതെ, തുള്ളിനന അഥവാ ഡ്രിപ്പ് ഇറിഗേഷൻ. വെള്ളം കുറവുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ ഇത് വളരെ നല്ലൊരു രീതിയാണ്.
വെള്ളം ലാഭിക്കാം, വളവും ഈ വെള്ളത്തിലൂടെ കൊടുക്കാം. ചെടികളുടെ വേരുകളിലേക്ക് നേരിട്ട് വെള്ളം എത്തുന്നതുകൊണ്ട് അവ നന്നായി വളരുകയും ചെയ്യും. എപ്പോഴും നല്ല പച്ചപ്പിൽ നിൽക്കുന്ന മരങ്ങളുള്ള കാടുകളാണ് നിത്യഹരിതവനങ്ങൾ. കേരളത്തിൽ അങ്ങനെയുള്ളൊരു പ്രത്യേക സ്ഥലമുണ്ട്. അവിടെ വളരെ അപൂർവമായ ജീവികളൊക്കെയുണ്ട്. ഏതാണത്? സൈലന്റ് വാലി. അതെ, സൈലന്റ് വാലി. പാലക്കാട് ജില്ലയിലാണ് ഈ നിശബ്ദ താഴ്വര. അവിടെ നമ്മുടെ നാട്ടിൽ കാണാത്ത തരം സിംഹത്തിന്റെ വാലുപോലെയുള്ള വാലുള്ള കുരങ്ങന്മാരുണ്ട്. സിംഹവാലൻ കുരങ്ങൻ. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് ഈ വനം. വളരെ പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യ മേഖലയാണ് സൈലന്റ് വാലി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാസസ്ഥലം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സംരക്ഷിക്കപ്പെടുന്ന ഒരു വനമാണ്. നമ്മുടെ രാജ്യത്തിന് ഒരു വലിയ നിയമപുസ്തകമുണ്ട്. അതാണ് ഇന്ത്യൻ ഭരണഘടന. ആ പുസ്തകം എഴുതിയുണ്ടാക്കാൻ ഒരു വലിയ ടീമുണ്ടായിരുന്നു. ആ ടീമിന്റെ ക്യാപ്റ്റൻ, അതായത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ ബി.ആർ. അംബേദ്കർ. അതെ, ഡോക്ടർ ബി.ആർ. അംബേദ്കർ. അദ്ദേഹത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയെന്നാണ് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച വ്യക്തിയാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. എല്ലാവർക്കും നീതിയും സമത്വവും ഉറപ്പാക്കുന്ന ഒരു ഭരണഘടനയുണ്ടാക്കാൻ അദ്ദേഹം ഒരുപാട് പ്രയത്നിച്ചു. അടുത്തത് ഒരു മധുരമുള്ള ചോദ്യമാണ്. ഇന്ത്യയുടെ ദേശീയ ഫലം, അതായത് നാഷണൽ ഫ്രൂട്ട് ഏതാണ്? മാമ്പഴം. അതെ, മാമ്പഴം. മാമ്പഴയുടെ ഉളിശ്ശേരിയും മാമ്പഴ ജ്യൂസും ഒക്കെ ഇഷ്ടമില്ലാത്തവരാരാണുള്ളത്? പഴങ്ങളുടെ രാജാവെന്നാണ് മാങ്ങ അറിയപ്പെടുന്നത്. ഇന്ത്യയില് ഏകദേശം 1000-ലധികം വ്യത്യസ്ത തരം മാങ്ങകളുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്നതും ഇന്ത്യയാണ്. അതുകൊണ്ടാണ് മാങ്ങ നമ്മുടെ ദേശീയ ഫലമായത്. നമ്മുടെയൊക്കെ വീടിന്റെ അടുത്തുള്ള പറമ്പിൽ, അതായത് പുരയിടത്തിൽ, സാധാരണയായി നമ്മൾ കുറെ കാര്യങ്ങൾ കൃഷി ചെയ്യാറില്ലേ? ഏതൊക്കെയാണ് കേരളത്തിലെ പുരയിട കൃഷിയുമായി ബന്ധപ്പെട്ട പ്രധാന വിളകൾ? തെങ്ങ്, കവുങ്ങ്. പിന്നെ കുരുമുളക്. അതെ, തെങ്ങ്, കവുങ്ങ്, കുരുമുളക് ഇതൊക്കെ പ്രധാനമാണ്. അതെ, വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് പലതരം വിളകൾ ഒരുമിച്ച് കൃഷി ചെയ്യുന്ന രീതിയാണ് പുരയിട കൃഷി. ഈ പറഞ്ഞവ കൂടാതെ വാഴ, കപ്പ, മരച്ചീനി, ചേന, ചേമ്പ്, പലതരം പച്ചക്കറികൾ ഒക്കെ നമ്മുടെ പുരയിടങ്ങളിൽ സാധാരണയായി കൃഷി ചെയ്യാറുണ്ട്. തൃശൂർ പൂരത്തിന്റെ നാടായ തൃശൂരിൽ ഒരുപാട് പ്രശസ്തമായ അമ്പലങ്ങളുണ്ട്. അതിലൊന്നാണ് കൂടൽമാണിക്യം ക്ഷേത്രം. ഇത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇരിങ്ങാലക്കുട. അത് തൃശൂർ ജില്ല. അതെ, പേരിൽ തന്നെയുണ്ട് സ്ഥലം. ഇരിങ്ങാലക്കുട. അത് തൃശൂർ ജില്ലയിലാണ്. ഇന്ത്യയിൽ വളരെ അപൂർവമായി ശ്രീരാമന്റെ സഹോദരനായ ഭരതനെ ആരാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം. അടുത്തത് ഒരു കലാരൂപത്തെക്കുറിച്ചാണ്. നിലത്ത് കാലുകൊണ്ട് ശക്തിയായി ചവിട്ടി ശബ്ദമുണ്ടാക്കി അഭിനയിക്കുന്നൊരു നാടകം, ചവിട്ടുനാടകം. ഈ കലാരൂപം ഏതു മതവിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിസ്തുമതം. അതെ, ക്രിസ്തുമതം. നാടകത്തിൽ അവതരിപ്പിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യം ഓർമ്മയുണ്ടോ? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ അത് ഏതു പുഴയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയാമോ? മുതിരപ്പുഴ. അതെ, മുതിരപ്പുഴ. ഇടുക്കി ജില്ലയിൽ മൂന്നാറിനടുത്തുകൂടി ഒഴുകുന്നൊരു പുഴയാണ് മുതിരപ്പുഴ. പെരിയാറിന്റെ ഒരു പോഷക നദിയാണിത്. പകുതി വഴി പോലും ആയിട്ടില്ല. ഇനിയും ചോദ്യങ്ങളുണ്ട്. ശ്രദ്ധിച്ചിരുന്നാൽ എല്ലാം പെട്ടെന്ന് പഠിക്കാം. ക്വിസ് ജയിക്കണ്ടേ? അപ്പൊ തുടരാം. നേരത്തെ നമ്മൾ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതിയെക്കുറിച്ച് പറഞ്ഞു, പ്രതിഭാ പാട്ടീൽ. ഇനി വേറൊരു ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ ആദ്യത്തെ വനിത ആരായിരുന്നു? അവരൊരു വിദേശ വനിതയായിരുന്നു. ആനി ബെസന്റ്. അതെ, ആനി ബെസന്റ്. ഐറിഷ് വനിതയായിരുന്ന ആനി ബെസന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. 1917 കൊൽക്കത്തയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിലാണ് അവർ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. മരത്തിൽ നിന്ന് ആപ്പിൾ താഴേക്ക് വീഴുന്നത് കണ്ടപ്പോൾ അയ്യോ, ഇതെന്താ മുകളിലേക്ക് പോവാതെ താഴോട്ട് തന്നെ വീഴുന്നത് എന്ന് ചിന്തിച്ച് ഒരു വലിയ കണ്ടുപിടുത്തം നടത്തിയൊരു ശാസ്ത്രജ്ഞനുണ്ട്. ആരാണത്? സർ ഐസക് ന്യൂട്ടൺ. അതെ, സർ ഐസക് ന്യൂട്ടൺ. ഭൂമിക്ക് എല്ലാ സാധനങ്ങളെയും താഴോട്ട് പിടിച്ചു വലിക്കാൻ ഒരു ശക്തിയുണ്ട്, ഗുരുത്വാകർഷണം, ഗ്രാവിറ്റി എന്ന് കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. അതെ, ഗുരുത്വാകർഷണ നിയമങ്ങൾ ആവിഷ്കരിച്ചത് ന്യൂട്ടനാണ്. എന്തുകൊണ്ടാണ് ഗ്രഹങ്ങൾ സൂര്യനു ചുറ്റും കറങ്ങുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ഭൂമിയിൽ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നത് എന്നൊക്കെ വിശദീകരിക്കാൻ ഈ കണ്ടുപിടുത്തം സഹായിച്ചു. ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി ഓടിക്കാൻ മുൻകൈയെടുത്തത് ഒരു ബ്രിട്ടീഷ് ഭരണാധികാരിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്ന് തമാശയ്ക്ക് പറയാറുണ്ട്. ആരാണത്? ഡൽഹൌസി പ്രഭു. അതെ, ഡൽഹൌസി പ്രഭു. 1853 ബോംബെ മുതൽ താനെ വരെയായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ ഓടിയത്. അന്ന് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭുവായിരുന്നു. ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണപരമായ കാര്യങ്ങൾക്കും കച്ചവടത്തിനും വേണ്ടിയായിരുന്നു. എങ്കിലും പിന്നീട് അത് ഇന്ത്യയുടെ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ചു. പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ തകർക്കാൻ വേണ്ടി അവർ പല അടവുകളും പയറ്റി. അതിലൊന്നായിരുന്നു വലിയ സംസ്ഥാനമായിരുന്ന ബംഗാളിനെ രണ്ടായി മുറിച്ചത്, ബംഗാൾ വിഭജനം. അത് നടന്ന വർഷമേതാണ്? 1905. അതെ, 1905.
ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാക്കി സ്വാതന്ത്ര്യ സമരത്തെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അന്നത്തെ വൈസ്രോയി ആയിരുന്ന കേഴ്സൺ പ്രഭുവാണ് 1905 ബംഗാൾ വിഭജനം നടത്തിയത്. ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നുവന്നിരുന്നു. നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജോലികൾ ചെയ്യാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം ചേട്ടന്മാരും ചേച്ചിമാരും വരാറുണ്ട്. നമ്മൾ അവരെ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്നു. അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാലോ അപകടം പറ്റിയാലോ സഹായിക്കാൻ വേണ്ടി കേരള സർക്കാർ ഒരു ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പേരെന്താണ്? ആവാസ്. അതെ, ആവാസ്. അതിഥി തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും സാമൂഹിക സുരക്ഷയ്ക്കും വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ആവാസ്. അവർക്ക് ചികിത്സാ സഹായവും അപകടമരണ ഇൻഷുറൻസും ഒക്കെ ഇതിലൂടെ ലഭിക്കും. ചിലപ്പോൾ പകൽ സമയത്ത് നല്ല വെയിലുള്ളപ്പോൾ പെട്ടെന്ന് സൂര്യൻ കുറച്ചു നേരത്തേക്ക് ഇരുണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടോ? സൂര്യനെ ആരോ മറച്ചു പിടിക്കുന്ന പോലെ. അതാണ് സൂര്യഗ്രഹണം. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിൽ വരുമ്പോൾ. അതെ, നമ്മുടെ ചന്ദ്രൻ ചേട്ടൻ സൂര്യനും ഭൂമിക്കും ഇടയിൽ കറക്റ്റായിട്ട് വരുമ്പോൾ ചന്ദ്രൻ വന്ന് സൂര്യനെ ഒളിപ്പിക്കുന്ന ഒരു ഒളിച്ചുകളി പോലെ. അതെ, ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു, ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു. ഈ കറക്കത്തിനിടയിൽ ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിൽ ഒരു നേർരേഖയിൽ വരുമ്പോൾ ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കും. ആ നിഴൽ വീഴുന്ന സ്ഥലങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനെ ഭാഗികമായോ പൂർണ്ണമായോ കാണാൻ പറ്റില്ല. ഇതാണ് സൂര്യഗ്രഹണം. ഭയങ്കര ബുദ്ധിയും തന്ത്രങ്ങളുമൊക്കെയുള്ള ഒരാളായിരുന്നു പണ്ട് ജീവിച്ചിരുന്ന ചാണക്യൻ. വലിയൊരു രാജാവിനെ ഭരിക്കാൻ സഹായിച്ച ആളാണ്. അദ്ദേഹത്തിന് വേറൊരു പേരുകൂടിയുണ്ടായിരുന്നു, വിഷ്ണുഗുപ്തൻ. അതെ, വിഷ്ണുഗുപ്തൻ. അർത്ഥശാസ്ത്രം എന്ന ഭരണം, സമ്പദ്വ്യവസ്ഥ എന്നിവയെക്കുറിച്ചുള്ള ഒരു വലിയ പുസ്തകം എഴുതിയതും ഇദ്ദേഹമാണ്. മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ച ചന്ദ്രഗുപ്ത മൗര്യന്റെ പ്രധാനമന്ത്രിയും ഉപദേശകനുമായിരുന്നു. കൗഡില്യൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന ചാണക്യൻ അഥവാ വിഷ്ണുഗുപ്തൻ. അദ്ദേഹത്തിന്റെ ബുദ്ധിയും തന്ത്രങ്ങളുമാണ് മൗര്യ സാമ്രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വലിയ മുതൽക്കൂട്ടായത്. നമ്മൾ നേരത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലേരുവാണെന്ന് പറഞ്ഞു. ഇനി പറയൂ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട, കൊല്ലം ജില്ലയിൽ. അതെ, ശാസ്താംകോട്ട തടാകം കൊല്ലം ജില്ലയിലാണ്. ശാസ്താംകോട്ട. കൊല്ലം നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നത് പ്രധാനമായും ഈ തടാകത്തിൽ നിന്നാണ്. ഇതിന്റെ തീരത്ത് ഒരു പഴയ ശാസ്താക്ഷേത്രവുമുണ്ട്. ഈ ചോദ്യം നമ്മൾ നേരത്തെ ഒരു തവണ പറഞ്ഞതാണ്. ഓർമ്മയുണ്ടോന്ന് നോക്കട്ടെ. ഇന്ത്യയിലെ പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത് പഴമാണ്? മാങ്ങ. അതെ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മാങ്ങ. അതെ, ഇന്ത്യയുടെ ദേശീയ ഫലമാണ് മാങ്ങ. അതിന്റെ രുചി, പലതരത്തിലുള്ള ലഭ്യത, ഇന്ത്യയിലുടനീളമുള്ള പ്രചാരം എന്നിവയെല്ലാം കൊണ്ടാണ് മാങ്ങയെ പഴങ്ങളുടെ രാജാവായി കണക്കാക്കുന്നത്. കറുത്ത കാട് അഥവാ ബ്ലാക്ക് ഫോറസ്റ്റ്. പേര് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട. ഇതൊരു കാടിന്റെയോ സ്ഥലത്തിന്റെയോ പേരാണ്. ഇത് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നറിയാമോ? ജർമ്മനി. അതെ, ജർമ്മനി. ജർമ്മനിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു വലിയ പർവ്വതനിരയും അതിനോട് ചേർന്നുള്ള ഇടതൂർന്ന വനങ്ങളുമാണ് ബ്ലാക്ക് ഫോറസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഒരുപാട് കഥകളിലും സിനിമകളിലുമൊക്കെ ഈ സ്ഥലത്തെക്കുറിച്ച് പരാമർശമുണ്ട്. കേരം തിങ്ങും കേരളനാട് എന്നല്ലേ നമ്മൾ പാടാറ്? കേരം എന്ന് പറഞ്ഞാൽ എന്താ? തെങ്ങ്. അപ്പോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തെങ്ങുകളുള്ള തെങ്ങിൻ തോപ്പ് സംസ്ഥാനം ഏതായിരിക്കും? അത് നമ്മുടെ കേരളം തന്നെ. അതെ, നമ്മുടെ സ്വന്തം കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് തെങ്ങു കൃഷി ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്നതും കേരളമാണ്. അതുകൊണ്ട് തന്നെയാണ് തെങ്ങ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക വൃക്ഷമായതും. 50 ചോദ്യങ്ങൾ കഴിഞ്ഞു. മിടുക്കരായി കേട്ടിരിക്കുന്നുണ്ടല്ലോ. ഈ ഉഷാർ അവസാനം വരെ വേണം. എന്നാലേ ക്വിസ് മത്സരത്തിൽ നമുക്ക് ഒന്നാമതെത്താൻ പറ്റൂ. ഇനി കുറച്ചുകൂടി ചോദ്യങ്ങളേ ഉള്ളൂ. ഒരു മെഴുകുതിരിയോ പേപ്പറോ കത്തണമെങ്കിൽ അവിടെ ഒരു വാതകം, ഒരു ഗ്യാസ് നിർബന്ധമായും വേണം. ഏതാണത്? ഓക്സിജൻ. അതെ, നമ്മൾ ജീവിക്കാൻ വേണ്ടി ശ്വാസമെടുക്കുന്ന അതേ ഗ്യാസ്, ഓക്സിജൻ. ഓക്സിജൻ ഇല്ലെങ്കിൽ തീ കത്തുകയില്ല. അതെ, കത്തുക എന്ന പ്രക്രിയ, കമ്പഷൻ, നടക്കണമെങ്കിൽ ഓക്സിജൻ അത്യാവശ്യമാണ്. ഒരു വസ്തു കത്തുമ്പോൾ അത് അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി വേഗത്തിൽ ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് ചൂടും വെളിച്ചവുമൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ സസ്തനികളെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. നീലത്തിമിംഗലം. സാധാരണ സസ്തനികളൊന്നും പറക്കാറില്ല. എന്നാൽ പക്ഷികളെപ്പോലെ പറക്കാൻ കഴിവുള്ള ഒരേയൊരു സസ്തനിയുണ്ട്. രാത്രിയിലൊക്കെ ചീവിട് എന്ന പോലെ പറന്നുപോകുന്ന വവ്വാല്. നമ്മുടെ ബാറ്റ്മാന്റെ പിന്നിലെ പ്രചോദനം. വവ്വാലുകൾക്ക് പക്ഷികളെപ്പോലെ തൂവലുകൾ കൊണ്ടുള്ള ചിറകുകളല്ല. അവയുടെ കൈകാലുകൾക്കിടയിലുള്ള തൊലി കൊണ്ടുള്ള ചിറകുകളാണുള്ളത്. അവയ്ക്ക് പറക്കാൻ കഴിയും. അവ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടുന്ന സസ്തനികളാണ്. ഈ ചോദ്യം വീണ്ടും വന്നു. ഓർക്കുന്നുണ്ടോന്ന് നോക്കട്ടെ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? തൊലി, ത്വക്ക്. അതെ, തൊലി അഥവാ ത്വക്ക്. അതെ, ഓർമ്മ ശരിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക് തന്നെയാണ്. ഏകദേശം 2 ചതുരശ്ര മീറ്റർ വിസ്തീർണം വരും നമ്മുടെ എല്ലാം തൊലിക്ക്. സിഗരറ്റ്, ബീഡി, മുറുക്കാൻ ഇതിലൊക്കെയുള്ള പുകയിലയിലെ വളരെ അപകടം പിടിച്ചൊരു വിഷാംശം അടങ്ങിയിട്ടുണ്ട്. അതിന്റെ പേരെന്താണ്? നിക്കോട്ടിൻ. അതെ, നിക്കോട്ടിൻ. ഇത് ആരോഗ്യത്തിന് വളരെ ഹാനികരമാണ്. കൂട്ടുകാർ ഇതിൽ നിന്നൊക്കെ എപ്പോഴും അകന്നു നിൽക്കണം കേട്ടോ. നിക്കോട്ടിൻ ഒരു ആൽക്കലോയിഡാണ്. ഇത് നമ്മുടെ ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുകയും ഇത് ഉപയോഗിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുകയും ചെയ്യും.
അതുകൊണ്ടാണ് പുകമലി നിർത്താൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നമ്മുടെ നെഞ്ചിനകത്ത് ഇടതടവില്ലാതെ മിടിക്കുന്ന നമ്മുടെ ഹാർട്ട്, ഹൃദയം, അതിന് എത്ര അറകൾ, അതായത് എത്ര റൂമുകളുണ്ട് എന്നറിയാമോ? 4. അതെ, 4 അറകളുണ്ട്. മുകളിൽ 2ഉം താഴെ 2ഉം ആയി മൊത്തം 4. ലബ്ഡബ് ലബ്ഡബ് എന്ന് പറഞ്ഞ് രക്തം പമ്പ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം മെഷീൻ. ഈ 4 അറകളാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രക്തം ശുദ്ധീകരിക്കാനും പമ്പ് ചെയ്ത് എല്ലാ ഭാഗത്തും എത്തിക്കാനും സഹായിക്കുന്നത്. മുകളിലെ അറകളെ ഏട്രിയ എന്നും താഴത്തെ അറകളെ വെൻട്രിക്കിൾസ് എന്നും പറയും. വലതുഭാഗത്തുള്ള അറകൾ അശുദ്ധരക്തവും ഇടതുഭാഗത്തുള്ളവ ശുദ്ധരക്തവുമാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷികളെക്കുറിച്ച് ഒരുപാട് പഠിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഇന്ത്യയിലെ ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു. പക്ഷിമനുഷ്യൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ സലീം അലി. അദ്ദേഹത്തിന്റെ ജീവിതകഥ എഴുതിയ പുസ്തകത്തിന് ഒരു പേരിട്ടു. അതെന്താണ്? ഒരു കുരുവിയുടെ പതനം. അതെ, ഒരു കുരുവിയുടെ പതനം, ദ ഫോൾ ഓഫ് എ സ്പാരോ. ഇന്ത്യയിലെ പക്ഷികളെക്കുറിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ പുസ്തകങ്ങൾ എഴുതുകയും പക്ഷികളുടെ സംരക്ഷണത്തിനു വേണ്ടി ഒരുപാട് പ്രവർത്തിക്കുകയും ചെയ്ത മഹാനാണ് ഡോക്ടർ സലീം അലി. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഈ പുസ്തകം. അടുത്ത ചോദ്യം ഒരു കുസൃതി ചോദ്യം പോലെയാണ്. ഒരൊറ്റ ഇല മാത്രമുള്ള ഒരു ചെടി, ഏതാണാവോ അത്? അയ്യോ, നിങ്ങളുടെ കയ്യിലുള്ള ഈ ചോദ്യ ലിസ്റ്റിൽ ഇതിന്റെ ഉത്തരം കൊടുത്തിട്ടില്ല. ചിലപ്പോൾ ക്വിസുകളിൽ ഇങ്ങനെയും ചോദ്യങ്ങൾ വരാം. ഉത്തരം തന്നിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്തു ചെയ്യും? വിഷമിച്ചിരിക്കുമോ? ഇല്ല. നമുക്ക് ടീച്ചർമാരോടോ അച്ഛനമ്മമാരോടോ ചോദിച്ച് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ലൈബ്രറിയിൽ പോയി പുസ്തകം നോക്കാം. അങ്ങനെ പുതിയ കാര്യങ്ങൾ സ്വയം കണ്ടെത്തുന്നത് നല്ല രസമല്ലേ? അപ്പോ ഈ ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കുമല്ലേ? ഒരു ക്ലൂ തരാം. ചേന പോലെയുള്ള ഒരു ചെടിയുടെ ബന്ധുവാണ്. കൊള്ളാം. അടുത്തത്, മഞ്ഞപ്പിത്തം എന്നൊരസുഖം കേട്ടിട്ടില്ലേ? അത് വന്നാൽ കണ്ണ് മഞ്ഞ കളറാവും, മൂത്രം മഞ്ഞ നിറത്തിലാവും, ചിലപ്പോ ദേഹം മുഴുവൻ മഞ്ഞ നിറം വരും. ഈ അസുഖം നമ്മുടെ ശരീരത്തിലെ ഏത് പ്രധാനപ്പെട്ട അവയവത്തെയാണ് ബാധിക്കുന്നത്? കരളിനെ. ലിവർ. അതെ, കരളിനെ. നമ്മുടെ രക്തത്തിലെ മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്നതിലൊക്കെ പ്രധാന പങ്കു വഹിക്കുന്നയാളാണ് കരൾ. കരളിന്റെ പ്രവർത്തനം ശരിയല്ലാതാകുമ്പോഴാണ് സാധാരണയായി മഞ്ഞപ്പിത്തമുണ്ടാകുന്നത്. പാമ്പുകൾ സാധാരണ മുട്ടയിട്ട് അതിൽ അടയിരുന്നാണ് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത്. എന്നാൽ ചില പാമ്പുകൾ മുട്ടയിടില്ല. പകരം അമ്മയുടെ വയറ്റിൽ നിന്നും നേരിട്ട് കുഞ്ഞുങ്ങൾ പുറത്തുവരും. അങ്ങനെ പ്രസവിക്കുന്ന ഒരു പാമ്പാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന അണലി. അതെ, അണലി. അണലി വർഗത്തിൽപ്പെട്ട പാമ്പുകൾ മുട്ടകൾ ശരീരത്തിനുള്ളിൽ തന്നെ വെച്ച് വിരിയിച്ച് കുഞ്ഞുങ്ങളെ പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവയെ പ്രസവിക്കുന്ന പാമ്പുകൾ എന്ന് പറയുന്നത്. ചില ജീവികൾക്ക് വെള്ളത്തിലും ജീവിക്കാം, കരയിലും ജീവിക്കാം. തവളയെപ്പോലെ വെള്ളത്തിൽ മുട്ടയിട്ട് വാൽമാക്രിയായി വെള്ളത്തിൽ ജീവിച്ച് പിന്നെ തവളയായി കരയിലേക്ക് കയറും. ഇങ്ങനെ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിവുള്ള ജീവികളെ നമ്മൾ എന്തു പേര് വിളിക്കും? ഉഭയജീവികൾ, ആംഫീബിയൻസ്. അതെ, ഉഭയജീവികൾ. ഉഭയം എന്നു പറഞ്ഞാൽ രണ്ടും എന്നാണ് അർത്ഥം. അപ്പോൾ ഉഭയജീവികൾ എന്നാൽ രണ്ടുതരം ജീവിതം, വെള്ളത്തിലും കരയിലും നയിക്കുന്നവർ. തവളകൾ, സലമാണ്ടറുകൾ, ന്യൂട്ട് എന്നിവയൊക്കെ ഉഭയജീവികൾക്ക് ഉദാഹരണങ്ങളാണ്. ലോഹങ്ങൾ അഥവാ മെറ്റൽസ് ഒരുപാടുണ്ട്. ഇരുമ്പ്, അലുമിനിയം, ചെമ്പ്, അങ്ങനെ. എന്നാൽ ഈ ലോഹങ്ങളുടെ കൂട്ടത്തിൽ ഒരു രാജാവുണ്ട്. നല്ല മഞ്ഞ നിറത്തിൽ തിളങ്ങുന്ന, തുരുമ്പെടുക്കാത്ത, എല്ലാവർക്കും ഇഷ്ടമുള്ള, നല്ല വിലയുള്ള ആ ലോഹം ഏതാണ്? സ്വർണം, ഗോൾഡ്. അതെ, സ്വർണം. അമ്മയുടെ മാലയും വളയുമൊക്കെ സ്വർണമല്ലേ? സ്വർണം എളുപ്പത്തിൽ മറ്റു രാസവസ്തുക്കളുമായി പ്രവർത്തിക്കാത്തതുകൊണ്ടും, അതായത് തുരുമ്പെടുക്കുകയോ കേടുവരികയോ ചെയ്യില്ല. അതിന്റെ തിളക്കം, ഭംഗി, അപൂർവത എന്നിവ കൊണ്ടുമൊക്കെയാണ് അതിനെ പണ്ടുമുതലേ ലോഹങ്ങളുടെ രാജാവായി കണക്കാക്കുന്നത്. ആഭരണങ്ങളുണ്ടാക്കാനും നാണയങ്ങൾ ഉണ്ടാക്കാനുമൊക്കെ ഇതുപയോഗിക്കുന്നു. പണ്ടുകാലത്ത് തീവണ്ടികളും കപ്പലുകളുമൊക്കെ ഓടിച്ചിരുന്നത് വെള്ളം ചൂടാക്കി ആവിയുണ്ടാക്കി ആ ആവിയുടെ ശക്തി കൊണ്ടായിരുന്നു. ഈ ആവിയന്ത്രം, സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാരാണ്? ജെയിംസ് വാട്ട്. അതെ, ജെയിംസ് വാട്ട്. 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സ്കോട്ടിഷ് ശാസ്ത്രജ്ഞനാണ് ജെയിംസ് വാട്ട്. അദ്ദേഹം കണ്ടുപിടിച്ച മെച്ചപ്പെട്ട ആവിയന്ത്രങ്ങളാണ് വ്യവസായ വിപ്ലവത്തിന്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് വലിയ സഹായമായത്. ഫാക്ടറികളും വാഹനങ്ങളും ഒക്കെ പ്രവർത്തിപ്പിക്കാൻ ഇതുപയോഗിച്ചു. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന ജീവി ഏതാണ്? അത് ആമയാണ്. അതെ, പതുക്കെ സഞ്ചരിക്കുന്ന നമ്മുടെ ആമച്ചേട്ടൻ. മുയലിന്റെ കൂടെ ഓട്ടമത്സരം വെച്ച് ജയിച്ച ആമ. അതെ, ആമകൾക്ക് വളരെ നീണ്ട ആയുസ്സുണ്ട്. ചില വലിയ ഇനം കടലാമകളും കരയാമകളും 100 വർഷത്തിൽ കൂടുതൽ, ചിലപ്പോൾ 150-200 വർഷം വരെ ജീവിക്കാറുണ്ട്. നമ്മുടെ ശരീരത്തിന് ഒരു രൂപവും ബലവുമൊക്കെ കൊടുക്കുന്നത് എല്ലുകളാണ്. ഈ എല്ലുകളുടെ മുകളിലാണ് മസിലുകളൊക്കെ പിടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാം ശരീരത്തിൽ ആകെ എത്ര എല്ലുകളുണ്ടെന്നറിയാമോ? 206. അതെ, 206 എല്ലുകൾ. നമ്മൾ ജനിക്കുമ്പോൾ ഇതിലും കൂടുതൽ എല്ലുകളുണ്ടാവും. പക്ഷെ വലുതാകുമ്പോൾ ചിലതൊക്കെ ഒന്നിച്ചു ചേർന്ന് 206 ആക്കും. സാധാരണ പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ അസ്ഥികൂടത്തിൽ, സ്കെലിറ്റനിൽ 206 അസ്ഥികളാണുള്ളത്. തലയോട്ടിയിലെ എല്ലുകൾ മുതൽ കാൽവിരലിലെ കുഞ്ഞൻ എല്ലുകൾ വരെ ഇതിൽപ്പെടും. അയ്യോ, ദേ വരുന്നു അടുത്ത ഉത്തരം തരാത്ത ചോദ്യം. നമ്മുടെ രക്തത്തിൽ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ടാവും.
അതിനെയൊക്കെ അരിച്ച് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട അവയവം നമ്മുടെ ശരീരത്തിലുണ്ട്. അതേതാണ്? ഈ ചോദ്യത്തിനും ഉത്തരം നിങ്ങളുടെ ലിസ്റ്റിൽ തന്നിട്ടില്ല. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിൽ രക്തം ശുദ്ധീകരിക്കുന്ന പ്രധാനപ്പെട്ട അവയവം വൃക്കകളാണ്, കിഡ്നീസ്. നമുക്ക് 2 വൃക്കകളുണ്ട്. ഇത് ഓർത്തുവെക്കുന്നത് വളരെ നല്ലതാണ്. ക്വിസിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ശരി, അപ്പോൾ വൃക്കകൾ, കിഡ്നി. വിപ്ലവം എന്ന് കേൾക്കുമ്പോൾ സമരം എന്നൊക്കെയാണ് ഓർമ്മ വരിക. എന്നാൽ ഇവിടെ ധവള വിപ്ലവം എന്ന് പറഞ്ഞാൽ വെളുത്ത വിപ്ലവം. ഇതെന്തുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ നാട്ടിൽ എന്ത് സാധനത്തിന്റെ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയുള്ള വിപ്ലവമായിരുന്നു ഇത്? പാൽ, മിൽക്ക്. അതെ, പാൽ. ഇന്ത്യയിൽ പാൽ ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു വലിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ഫ്ലഡ് അഥവാ ധവള വിപ്ലവം, വൈറ്റ് റെവല്യൂഷൻ. ഇതിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന മലയാളിയാണ്. അമുൽ എന്ന വലിയ പാലിന്റെ ബ്രാൻഡിന് പിന്നിലും അദ്ദേഹമായിരുന്നു. നമ്മുടെ ഡോക്ടറുടെ അടുത്ത് പനിയായിട്ടൊക്കെ ചെല്ലുമ്പോൾ ഡോക്ടർ കഴുത്തിലൊരു സാധനം ഇട്ടിട്ട് നമ്മുടെ നെഞ്ചത്തും പുറത്തുമൊക്കെ വെച്ച് നോക്കില്ലേ? നമ്മുടെ ഹൃദയമിടിപ്പും ശ്വാസമെടുക്കുന്നതിന്റെ ശബ്ദവുമൊക്കെ കേൾക്കാൻ. ആ ഉപകരണത്തിന്റെ പേരെന്താണ്? സ്റ്റെത്തസ്കോപ്പ്. അതെ, സ്റ്റെത്തസ്കോപ്പ്. ലെബ്ഡപ്പ് എന്ന് കേൾക്കാൻ. ഹൃദയമിടിപ്പ്, ശ്വാസകോശത്തിലെ വായു കയറിയിറങ്ങുന്ന ശബ്ദം, രക്തം ഞരമ്പുകളിലൂടെ ഒഴുകുന്ന ശബ്ദം, ഇതൊക്കെ കേട്ട് അസുഖം മനസ്സിലാക്കാൻ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റെത്തസ്കോപ്പ്. മനുഷ്യൻ പണ്ട് കാട്ടിലൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് അവർ ആദ്യമായി ഉപയോഗിക്കാൻ തുടങ്ങിയ ലോഹം, അതായത് മെറ്റൽ, ഏതാണെന്നറിയാമോ? ഇരുമ്പാണോ? അല്ല, ചെമ്പ്. കോപ്പർ. അതെ, ചെമ്പ്. ചരിത്രാതീത കാലത്ത് മനുഷ്യൻ ഉപകരണങ്ങളും ആയുധങ്ങളും ഉണ്ടാക്കാൻ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയ ലോഹങ്ങളിലൊന്നാണ് ചെമ്പ്. ഇതിനെ ചെമ്പ് യുഗം എന്ന് തന്നെ പറയാറുണ്ട്. ചെമ്പ് താരതമ്യേന എളുപ്പത്തിൽ രൂപമാറ്റം വരുത്താൻ പറ്റുന്നൊരു ലോഹമായിരുന്നു. സാധാരണ പക്ഷികൾ മുന്നോട്ട് പറക്കും. എന്നാൽ ഹെലികോപ്റ്റർ പോലെ മുന്നോട്ടും പിന്നോട്ടും, എന്തിനേറെ പറയുന്നു, ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കാനും ഹോവറിംഗ് ചെയ്യാനും കഴിവുള്ള ഒരു കുഞ്ഞൻ പക്ഷിയുണ്ട്. പൂക്കളിലെ തേൻ കുടിക്കുന്ന ഹമ്മിംഗ് ബേർഡ്. അതെ, ഹമ്മിംഗ് ബേർഡ്. ഹമ്മിംഗ് ബേർഡുകൾക്ക് അവയുടെ ചിറകുകൾ അതിവേഗത്തിൽ അടിക്കാൻ കഴിയും. ഒരു സെക്കൻഡിൽ 50-80 തവണയൊക്കെ. അതുകൊണ്ടാണ് അവക്ക് ഇങ്ങനെ പല ദിശകളിലേക്കും പറക്കാനും പറക്കുന്നതിന് ഇടയിൽ തന്നെ ഒരേ സ്ഥലത്ത് നിൽക്കാനും സാധിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷി കൂടിയാണ് ചിലയിനം ഹമ്മിംഗ് ബേർഡുകൾ. ചെടികൾക്ക് നമ്മളെപ്പോലെ അടുക്കളയിൽ പോയി ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അവർ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ മാജിക്കിന് അവർക്കൊരു വാതകം വേണം. നമ്മൾ ശ്വാസം പുറത്തുവിടുമ്പോൾ വരുന്ന അതേ ഗ്യാസ്. ഏതാണത്? കാർബൺ ഡൈ ഓക്സൈഡ്. അതെ, കാർബൺ ഡൈ ഓക്സൈഡ്. ചെടികൾ ഇലകളിൽ വെച്ച് സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന വെള്ളവും ഉപയോഗിച്ച് സ്വന്തമായി ഭക്ഷണം, പഞ്ചസാര ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ്. ഈ സമയത്ത് ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യും. അവസാനത്തെ കുറച്ച് ചോദ്യങ്ങൾ കൂടി. നമ്മൾ ഫിനിഷിംഗ് ലൈനിന്റെ അടുത്താണ്. പിടിച്ചു നിൽക്കണേ, നിങ്ങൾക്ക് പറ്റും. ധൈര്യമായി മുന്നോട്ട്. നമ്മുടെ രക്തത്തിന്, ചോരയ്ക്ക് നല്ല ചുവപ്പ് നിറമാണല്ലോ. ഈ ചുവപ്പ് നിറം കൊടുക്കുന്ന ഹീറോ ആരാണ്? ഒരു പ്രത്യേക വസ്തുവാണ് ഈ കളർ കൊടുക്കുന്നത്. അതിന്റെ പേരാണ് ഹീമോഗ്ലോബിൻ. അതെ, ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ നമ്മുടെ ചുവന്ന രക്താണുക്കളിൽ റെഡ് ബ്ലഡ് സെൽസിൽ കാണുന്ന ഒരു പ്രോട്ടീനാണ്. ഇതിൽ ഇരുമ്പിന്റെ അംശം അടങ്ങിയിട്ടുണ്ട്. ഈ ഹീമോഗ്ലോബിനാണ് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനെ ശ്വാസകോശത്തിൽ നിന്ന് പിടിച്ച് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നത്. രാത്രിയിലെ നമുക്ക് വെളിച്ചം തരുന്ന ഇലക്ട്രിക് ബൾബ്. ഇത് കണ്ടുപിടിച്ചതാരാണ്? ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരു സൂപ്പർ ശാസ്ത്രജ്ഞൻ. തോമസ് ആൽവ എഡിസൺ. അതെ, തോമസ് ആൽവ എഡിസൺ. ഒരുപാട് പേർ ബൾബ് ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും കൂടുതൽ നേരം കേടുവരാതെ കത്തുന്ന, സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഇലക്ട്രിക് ബൾബ് ആദ്യമായി വിജയകരമായി ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്തത് തോമസ് ആൽവ എഡിസനാണ്. നമ്മളെപ്പോലെ 2 കാലിൽ നിവർന്നു നടക്കാൻ കഴിവുള്ള ഒരു പക്ഷിയുണ്ട്. പക്ഷെ അവർക്ക് പറക്കാൻ കഴിയില്ല കേട്ടോ. നല്ല തണുപ്പുള്ള മഞ്ഞുമലകളിലൊക്കെ കറുപ്പും വെളുപ്പും കൂട്ടിട്ട പോലെ കാണുന്ന പക്ഷി. പെൻഗ്വിൻ. അതെ, പെൻഗ്വിൻ. പെൻഗ്വിനുകൾക്ക് നിവർന്നു നടക്കാനും വെള്ളത്തിൽ നീന്താനും കഴിവുണ്ട്. അവയുടെ ചിറകുകൾ പറക്കാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല, പകരം വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്ന രീതിയിലാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കൂടുതലായും ദക്ഷിണ ധ്രുവത്തിലാണ് ഇവയെ കാണുന്നത്. ഈ ചോദ്യം നമ്മൾ തൊട്ടുമുൻപ് പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടതാണ്. ചെടികൾ സ്വന്തമായി ഭക്ഷണമുണ്ടാക്കുന്ന ആ മാന്ത്രിക പ്രക്രിയയുടെ പേരെന്താണ്? പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ്. അതെ, പ്രകാശ സംശ്ലേഷണം. ഓർമ്മയുണ്ടല്ലോ? സൂര്യപ്രകാശം, കാർബൺ ഡയോക്സൈഡ്, വെള്ളം, പിന്നെ ഇലകളിലെ പച്ച നിറമുള്ള ഹരിതകം, ക്ലോറോഫിൽ, ഇതെല്ലാം ചേർന്നാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. ഇതിലൂടെയാണ് ചെടികൾ വളരാൻ ആവശ്യമായ ഊർജം കണ്ടെത്തുന്നത്. നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയെയും പരിസ്ഥിതിയെയും നമ്മൾ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും വേണം. അതിനെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ദിവസം തന്നെയുണ്ട്. ലോക പരിസ്ഥിതി ദിനം, വേൾഡ് എൻവയോൺമെന്റ് ഡേ. അതെന്നാണ്? ജൂൺ 5. അതെ, ജൂൺ മാസം 5-ാം തീയതി. അന്ന് എല്ലാവരും ഒരു മരം നടാൻ ശ്രമിക്കണം കേട്ടോ. എല്ലാ വർഷവും ജൂൺ 5-നാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. പരിസ്ഥിതി നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാൻ നാം ഓരോരുത്തരും എന്തു ചെയ്യണം എന്ന് തീരുമാനിക്കാനുമുള്ള ഒരു ദിവസമാണിത്.
നമ്മൾ കഴിക്കുന്ന ഉപ്പില് അയഡിൻ എന്നൊരു സാധനം ചേർക്കാറുണ്ട്. അത് നമ്മുടെ ശരീരത്തിന് വളരെ കുറഞ്ഞ അളവിൽ ആവശ്യമാണ്. ഈ അയഡിന്റെ കുറവ് കാരണം കഴുത്തിലൊരു മുഴ പോലെ വരുന്നൊരു അസുഖമുണ്ട്. ആ അസുഖത്തിന്റെ പേരെന്താണ്? ഗോയ്റ്റർ. അതെ, ഗോയിറ്റർ. നമ്മുടെ കഴുത്തിലുള്ള ചിത്രശലഭത്തിന്റെ ആകൃതിയിലുള്ള തൈറോയിഡ് ഗ്രന്ഥിക്ക് ശരിയായി പ്രവർത്തിക്കാൻ അയഡിൻ വേണം. അയഡിന്റെ അളവ് ശരീരത്തിൽ കുറയുമ്പോൾ ഈ ഗ്രന്ഥി കൂടുതൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും വലുതാവുകയും ചെയ്യും. ഈ അവസ്ഥയാണ് ഗോയ്റ്റർ. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഉപ്പിലൊക്കെ അയഡിൻ ചേർത്തതുകൊണ്ട് ഈ അസുഖം പണ്ടത്തെ പോലെ അത്ര സാധാരണയല്ല. നമുക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു ശല്യക്കാരൻ അസുഖം, ജലദോഷം. തുമ്മലും മൂക്കരിപ്പും ചുമയും ഒക്കെയായി ആകെ ബേജാറാവും. ഈ ജലദോഷം ഉണ്ടാക്കുന്നത് ബാക്ടീരിയ ആണോ അതോ വേറെ വല്ല സൂക്ഷ്മജീവിയാണോ? ഇത് വൈറസാണ്. അതെ, ഇത് പരത്തുന്നത് ഒരുതരം വൈറസാണ്. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തൊരു കുഞ്ഞൻ. ജലദോഷമുണ്ടാക്കുന്നത് പലതരം വൈറസുകളാണ്. അതിൽ പ്രധാനിയാണ് റൈനോ വൈറസ്. ഇതൊരു പകർച്ചവ്യാധിയാണ്. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും വായുവിലൂടെയും സ്പർശനത്തിലൂടെയുമൊക്കെ ഇത് മറ്റുള്ളവരിലേക്ക് പകരാം. നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പലതരം മസാലകളുണ്ട്. ഗ്രാമ്പൂ, കറുവപ്പട്ട, കുരുമുളക്, അങ്ങനെ നല്ല മണവും രുചിയുമുള്ള ഈ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു റാണിയുണ്ട്. ആരാണത്? ഏലം. അതെ, ഏലം. പായസത്തിലും ബിരിയാണിയിലുമൊക്കെ ഇടുന്ന പച്ചനിറത്തിലുള്ള ഏലക്കായ. അതിന്റെ പ്രത്യേക സുഗന്ധവും രുചിയും കാരണം ഏലത്തെയാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്ന് പറയുന്നത്. കുരുമുളകിനെ രാജാവെന്നും പറയും. കേരളത്തിലെ ഇടുക്കി പോലുള്ള മലമ്പ്രദേശങ്ങളിൽ ഏലം ധാരാളമായി കൃഷി ചെയ്യുന്നുണ്ട്. ചെടികളുടെ ഇലകൾക്കൊക്കെ നല്ല പച്ച നിറമാണല്ലോ. ചില ചെടികൾക്ക് വേറെ നിറത്തിലുള്ള ഇലകളുണ്ടെങ്കിലും കൂടുതലും പച്ചയാണല്ലോ. ഈ പച്ചനിറം കൊടുക്കുന്ന ഒരു വർണ്ണവസ്തു, പിഗ്മെന്റ്, ഇലകളിലുണ്ട്. അതിന്റെ പേരെന്താണ്? ഹരിതകം, ക്ലോറോഫിൽ. അതെ, ഹരിതകം. ഹരിതകമാണ് സൂര്യപ്രകാശത്തെ വലിച്ചെടുത്ത് പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയ നടത്താൻ ചെടികളെ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് ഇലകൾക്ക് പച്ചനിറം. ഈ ഹരിതകമില്ലെങ്കിൽ ചെടികൾക്ക് ഭക്ഷണമുണ്ടാക്കാൻ പറ്റില്ല. അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. നമ്മുടെ നെഞ്ചിൻ കൂടുണ്ടാക്കിയിരിക്കുന്നത് കുറേ എല്ലുകൾ കൊണ്ടാണല്ലോ. ഈ എല്ലുകളെയാണ് വാരിയെല്ലുകളെന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തെയും ശ്വാസകോശത്തെയും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു കൂടുപോലെയാണിവ. നമ്മുടെ ശരീരത്തിലാകെ എത്ര വാരിയെല്ലുകളുണ്ട്? 24, 12 ജോഡി. അതെ, 24 എണ്ണം. അതായത് 12 ജോഡി. 12 പേർ. അതെ, മനുഷ്യ ശരീരത്തിൽ നെഞ്ചിന്റെ ഇരുവശത്തുമായി 12 ജോഡി, അതായത് ആകെ 24 വാരിയെല്ലുകളാണുള്ളത്. ഇവ പിന്നിൽ നട്ടെല്ലുമായും മുന്നിൽ നെഞ്ചെല്ലുമായും സ്റ്റേണമും ബന്ധിപ്പിച്ചിരിക്കുന്നു മിക്കവയും. ഇത് നമ്മുടെ നെഞ്ചിനകത്തെ പ്രധാനപ്പെട്ട അവയവങ്ങൾക്ക് ഒരു സംരക്ഷണം നൽകുന്നു. യെസ്, നമ്മളെല്ലാ 80 ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിച്ചു നരിഞ്ഞു. മിടുക്കരായി അവസാനം വരെ കേട്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു വലിയ ക്ലാപ്പ്. ഈ ചോദ്യങ്ങളെല്ലാം നന്നായി ഓർമ്മയുണ്ടെങ്കിൽ ക്വിസ് നിങ്ങൾക്ക് വളരെ ഈസിയായിരിക്കും. ഉറപ്പായും നിങ്ങൾക്ക് സമ്മാനം കിട്ടും. നന്നായി പഠിച്ചു. ഇനിയും ഇതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും പഠിക്കാൻ എപ്പോഴും ശ്രമിക്കണം കേട്ടോ. അറിയാനുള്ള ആഗ്രഹമാണ് നമ്മളെ മിടുക്കരാക്കുന്നത്. ഒരു കാര്യം ഓർക്കണം, വെറുതെ ഉത്തരം കാണാതെ പഠിക്കുക മാത്രമല്ല, ഓരോ കാര്യവും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, അതിനു പിന്നിലെ കാരണം എന്താണ് എന്നൊക്കെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് അറിവ് നമുക്ക് ശരിക്കും പ്രയോജനപ്പെടുന്നത്. നിങ്ങൾ ഇന്ന് പഠിച്ച ഓരോ ചോദ്യവും അറിവിന്റെ വലിയ ലോകത്തേക്കുള്ള ഓരോ വാതിലുകളാണ്. നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങൾ കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കണേ, അവർക്കും ഉപകാരപ്പെടും. അപ്പോ ഈ അറിവ് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലുള്ള രസകരമായ അറിവുകൾ ഇനിയും കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരം കണ്ടെത്താനും ഒരിക്കലും മടിക്കരുത്. അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചു പഠിക്കുക. അറിവ് നേടുന്നതിനേക്കാൾ വലിയ സന്തോഷം വേറെയില്ല. അപ്പോ അടുത്ത തവണ പുതിയ കുറെ അറിവുകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നന്നായി പഠിക്കണേ, മിടുക്കരായിരിക്കണേ. ടാറ്റാ. ബൈ ബൈ.